രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്കിടയിൽ രാജ്യത്ത് ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി പരീക്ഷണ ഭൂമിയായിരിക്കുകയാണ് ഉത്തരാഖണ്ഡ്. ഇതോടെ വിവാഹം, വിവാഹമോചനം, സ്വത്ത്, അനന്തരാവകാശം, ദത്തെടുക്കൽ തുടങ്ങിയവയിൽ മതഭേദമില്ലാതെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത നിയമ ചട്ടക്കൂടായിരിക്കും ഉണ്ടാവുക. ലിവ് ഇൻ റിലേഷൻ ഉൾപ്പെടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതാണ് പുതിയ നിയമം. തങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടവരാണെന്ന സത്യപ്രസ്താവനയോടുകൂടിയാണ് രജിസ്ട്രാർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 21 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ ലിവ് ഇൻ റിലേഷന് മാതാപിതാക്കളുടെ സമ്മതം അത്യാവശ്യമാണ്. ലിവ് ഇൻ റിലേഷനുകൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ 3 മാസം വരെ തടവോ 25,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. സാധാരണ വിവാഹം പോലെ തന്നെ ലിവ് ഇൻ പങ്കാളികൾ ബന്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇത് രജിസ്ട്രാറെ അറിയിക്കുകയും മറ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കുകയും വേണം. ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഒരു സ്ത്രീയെ അവരുടെ പങ്കാളി ഉപേക്ഷിച്ചാൽ വിവാഹത്തിന് ബാധകമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നിയമപരമായി വിവാഹിതരായ മാതാപിതാക്കളിൽ നിന്നുള്ള അതേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ഇനി വിവാഹത്തിലേക്ക് വന്നാൽ സ്ത്രീകൾക്ക് 18 വയസ്സും പുരുഷന്മാർക്ക് 21 വയസ്സുമാണ് കുറഞ്ഞ വിവാഹപ്രായം. മതപരമായ ആചാരങ്ങൾ അനുസരിച്ച് വിവാഹം നടത്താം. പക്ഷേ 60 ദിവസത്തിനുള്ളിൽ എല്ലാ വിവാഹങ്ങളും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. സൈനികർക്കും യുദ്ധമേഖലയിലെ മറ്റുദ്യോഗസ്ഥർക്കും നിയമത്തിൽ ഇളവുകൾ ഉണ്ടായിരിക്കും. ജീവിച്ചിരിക്കുന്ന പങ്കാളിയില്ലാത്തവർക്ക് മാത്രമേ മറ്റൊരു വിവാഹം നടത്താൻ കഴിയുകയുള്ളൂ. അതായത് ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും ഒരു മതത്തിലുള്ളവർക്കും അനുവദിക്കില്ല. വിവാഹമോചനം നേടാനുള്ള കാരണങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെയായിരിക്കും. കൂടാതെ ഏത് മതത്തിൽ നിന്നുള്ളവരായാലും പിന്തുടർച്ചാവകാശത്തിൽ തുല്യത ഉറപ്പാക്കുന്നുണ്ട്. പിന്തുടർച്ചാവകാശത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവകാശമായിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കമുണ്ടായാൽ കുട്ടികളുടെ സംരക്ഷണ ചുമതല മുത്തശ്ശനും മുത്തശ്ശിക്കും നൽകും. ജാതി, മതം ഇതൊന്നും കണക്കാക്കാതെ എല്ലാവർക്കും ദത്തെടുക്കാനുള്ള അവകാശം നൽകും. അനാഥ കുട്ടികളുടെ കാര്യത്തിൽ രക്ഷകർതൃത്വത്തിനുള്ള നടപടികൾ സുഗമമാക്കും. മുത്തലാഖ്, ശൈശവ വിവാഹം, ബഹുഭാര്യത്വം തുടങ്ങിയ സാമൂഹിക തിന്മകൾ ഇല്ലാതാക്കാനും സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്താനും പുതിയ ചട്ടം സഹായിക്കുമെന്നും ഒരു മതത്തെയോ പ്രത്യേക വിഭാഗത്തെയോ ലക്ഷ്യം വെച്ചുള്ളതല്ല UCC എന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡുകാർ ആണെങ്കിലും അല്ലെങ്കിലും സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ മതത്തിലുള്ളവർക്കും നിയമം ബാധകമായിരിക്കും. സംസ്ഥാനത്തിന് പുറത്തുള്ള ഉത്തരാഖണ്ഡുകാർക്കും നിയമം ബാധകമാണ്. എന്നാൽ ആദിവാസികളെയും ചില പ്രത്യേക സമുദായങ്ങളെയും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്.